ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടാവുമല്ലോ, എന്നാൽ പുറത്തേക്ക് ജോലിക്കൊന്നും പോകാനൊന്നും പറ്റില്ല, അങ്ങനത്തെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതിയിട്ട് കടക്കാർക്ക് അങ്ങനെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കലാട്ടോ. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കണമല്ലോ. ഇല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളില്ലെങ്കിൽ പിന്നെ അപ്പം കടയിലേക്ക് ഓടേണ്ടി വരും. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ എഴുതിയതൊക്കെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കി, എന്നിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒരുങ്ങാൻ. അപ്പോൾ വൈകുന്നേരം മഗ്‌രിബാങ്ക് കൊടുക്കണ ആ ഒരു സമയത്താണ് കേട്ടോ നമുക്ക് ബിരിയാണി കൊടുക്കേണ്ടത്. അപ്പോഴത്തേനൊക്കെ റെഡിയാക്കണം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ കിച്ചണിൽ ചെറിയൊരു ക്ലോക്ക് വെക്കണമല്ലേ, എന്നാൽ കറക്റ്റ് സമയം നോക്കി പറഞ്ഞുതരാൻ കഴിയും. അപ്പം എന്തായാലും 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിക്ക് ഞാൻ വന്നത്. അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ ഞാനതൊക്കെ നോക്കണുണ്ട് കേട്ടോ. പിന്നെ അതാ പച്ചക്കറികളൊക്കെ ഒരു മുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സാധനങ്ങൾ കാറ്ററിംഗ് ഒക്കെ ഉള്ള സമയത്ത് വാങ്ങിക്കുമ്പം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതും കൂടെ വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിക്കോട്ടേക്കും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഇപ്പം ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയുള്ളൂ. ബാക്കിയുള്ളത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ കറക്റ്റായിട്ടൊന്നും വരില്ല, കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ തികയാത്തത് നമ്മളെ വീട്ടിലുള്ളത് എടുക്കും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ കറക്റ്റായിട്ട് നമ്മളങ്ങനെ വാങ്ങിക്കലൊന്നും അല്ല കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും. അപ്പോൾ ഇതാ 2 കവറിൽ ചിക്കൻ കണ്ടില്ലേ, ഒരു കവറത്തത് നമുക്ക് വാങ്ങിയതാണ് കേട്ടോ, വീട്ടിലേക്കുള്ളത് വാങ്ങിയതാണ്. കൊടുക്കാനുള്ളത് ഞാൻ ഇപ്പോൾ ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കിലോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 4 കിലോ റൈസും 4 കിലോ ചിക്കനും 3.5 കിലോ റൈസുമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 24 ആൾക്കൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ പിന്നെ വൈകുന്നേരം കൂടെ അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കണം അത്രക്ക് വേണ്ടല്ലോ വൈകുന്നേരത്തിന്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ആദ്യം ഒന്ന് കഴുകി വെക്കാം കേട്ടോ. ചിക്കൻ്റെ മേലെ തൂവലുണ്ടോ അല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ഓരോ പീസ് എടുത്തിട്ടാണ് ഞാൻ കഴുകൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾ സ്കൂളിൻ്റെ അവിടേക്ക് നല്ല മഴയെന്നൊക്കെ കേട്ടോ എന്നോട് പറയുന്നത്. അപ്പം ബസ്സിൽ പിന്നെ വിൻഡോ സീറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ആകെ നനഞ്ഞിക്കണ്, ടീഷർട്ടിൻ്റെ മേലേക്ക് നനഞ്ഞിക്കണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ചായ ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൾ വന്നപ്പോൾ ചിക്കൻ കഴുകിന്, അപ്പോൾ ഞാൻ അത് കഴുകിയിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആകെ ഗ്ലാസ് മേലൊക്കെ ചിക്കൻ്റെ സ്മെല്ലേക്കാരം. പിന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, അവിടെയൊക്കെ പണിക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ കഴുകാനാവില്ല വെച്ചിട്ട് ഇവിടെ സിങ്കിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴുകി വെച്ചത് ചിക്കനൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക ഈ ചിക്കൻ കഴുകാനാണ്. അതേതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയൊക്കെ തൊലി കളഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ചിക്കൻ കഴുകി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ പൊരിക്കാതെ പച്ചക്ക് ഇട്ടിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു. പിന്നെ വേഗം സവാളയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ ചിക്കൻ കഴുകാനാണ് ഏറ്റവും കൂടുതൽ സമയം. പിന്നെ സമയം വരുന്നത് പിന്നെ സവാള കട്ട് ചെയ്യാനേന് കേട്ടോ. അപ്പോൾ സവാള സ്ലൈസർ മട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പം അധികം ടൈം വേണ്ട, എളുപ്പത്തിലാവും. പിന്നെ വെളുത്തുള്ളി തൊലി കളയണം, ഇഞ്ചി തൊലി കളയണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ സവാള വേഗം തൊലി കളഞ്ഞ് കഴുകി അത് വേഗം ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹൈഫക്കുട്ടി മഞ്ജുമോളൊക്കെ സ്കൂളിട്ട് വന്നതുകൊണ്ട് വെളുത്തുള്ളി ഒരു തൊലി കളഞ്ഞ് തരുന്നുണ്ട്. വെളുത്തുള്ളി മക്കൾക്ക് തൊലി കളയാൻ മടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ കൈയിൻ്റെ നഖത്തിൻ്റെ അവിടെ ഇങ്ങനെ നീറ്റൽ വരും എന്ന് പറയും. എനിക്ക് തന്നെ ഉണ്ടാവലുണ്ട് കേട്ടോ അങ്ങനെ. ഞാൻ പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടാണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇതിപ്പം കുറച്ച് മതിയല്ലോ. അപ്പോൾ ഏതായാലും സവാളയൊക്കെ സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ കുട്ടികളും കൂടി ഏതായാലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും ഒക്കെ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവുമ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ തുടങ്ങാൻ. നമുക്ക് ഹെൽപ്പർമാരൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ എല്ലാം ചെയ്യേണ്ടത്. അപ്പം സവാള സ്ലൈസ് ചെയ്തെടുത്തു, തക്കാളി അരിഞ്ഞെടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുട്ടികളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊലി കളയാനൊക്കെ. അങ്ങനെ അതൊക്കെ ഞാൻ ചതച്ചെടുത്തു, പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില ഒക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിയാൻ മാത്രമേ ഉള്ളൂ. അതിന് ഇതിൻ്റെ ഇടയിൽ എപ്പോഴേലൊക്കെ ചെയ്യും. പിന്നെ വേഗം പോയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മളെ ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടല്ല, നല്ല മഴക്കാറുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റണമുണ്ട്. നല്ല മഴ പെയ്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ വേഗം കുക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ.
അങ്ങനെ ചെമ്പടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബിരിയാണിക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് ഇടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ച് ബാക്കിയുള്ള സവാളയ്ക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഒക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ലോണം വഴന്ന് വരുന്നപ്പോഴാണ് നമ്മളെ ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ സവാളയ്ക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തുട്ടോ. കറിവേപ്പിൻ്റെ ഇല അതേപോലെ കുറച്ചിട്ടാൽ മതി. മല്ലിയിലയും പുതിനയിലൊക്കെ ഇടണുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതിൻ്റെ ഫ്ലേവറാണ് തോന്നുന്നു മുന്നിട്ട് നിൽക്കേണ്ടത്. അതിങ്ങനെ ചില ആൾക്കാരൊക്കെ പറയണത് കേട്ടതാട്ടോ, ഞാൻ വലിയ വെപ്പാരൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനും ചെയ്യും, അല്ലാതെ നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ലല്ലോ. പിന്നെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മസാലപ്പൊടികൾ മുളക് പൊടി ഞാൻ ചേർക്കലില്ല കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതേപോലെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബിരിയാണി മസാലയും ചേർക്കണം. ബിരിയാണി മസാല ഞാൻ ഇപ്പോൾ നമ്മൾ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മസായി ബിരിയാണി മസാല. അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കൽ. നല്ല ടേസ്റ്റാണ് ബിരിയാണീൻ്റെ മസാലക്ക്, ആ ഒരു ബിരിയാണീൻ്റെ മസാലക്ക് കേട്ടോ. അപ്പോൾ അധികം ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യൽ. മറ്റേത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കലാണ്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുത്തു. ആ പച്ചമണക്ക് മാറി വന്നതിന് ശേഷം വേഗം ഞാൻ കുറച്ച് തൈര് ഇട്ട് കൊടുത്തു. തൈര് ഒഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. പിന്നെ നാരങ്ങ നീരും ചേർത്തിന് കേട്ടോ, വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, തീ നല്ലോണം കൂടിപ്പോയി. അപ്പം പൊടികൾ കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരില്ല, അപ്പോൾ അങ്ങോട്ടായി ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീര് ചേർക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വരും. അപ്പോൾ ഇനി കുറേ നേരം അടുപ്പത്ത് വെക്കണ്ട കേട്ടോ, നമുക്ക് ദമ്മിൽ കടന്നിട്ട് വേണം ചിക്കൻ വേവാൻ. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പുളിയൊക്കെ കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കുക, അങ്ങനെ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഇപ്പം നമ്മൾ ഒരു കണക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ അതേപോലെ ഒരു 2 സ്പൂണ് RKGൻ്റെ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് മസാലയ്ക്ക്. ഇതും മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കണ സംഭവം കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കുക, ഒരു 1-2 സ്പൂണ്, ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ദമ്മിൽ കടന്നിട്ട് വേണം ചിക്കനൊക്കെ വേവാൻ കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അരി തിളപ്പിച്ചൂറ്റിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ വറ്റിച്ചിട്ടുണ്ടാക്കും, ചിലപ്പോൾ തിളപ്പിച്ചൂറ്റിയിട്ടുണ്ടാക്കും. അപ്പോൾ കൈമ റൈസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അല്ലാത്ത ഏത് റൈസാണെങ്കിലും ഇതേപോലെ തിളപ്പിച്ചൂറ്റിയിട്ടും ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മളെ ബിരിയാണി റൈസ് വേറെയാണ് കേട്ടോ. ഇതിൻ്റെ പേരിപ്പോൾ എന്തോ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നല്ല അരിയാണ് കേട്ടോ, ചോറൊക്കെ വെച്ചാൽ നല്ലോണം ഉണ്ടാവും, നല്ല വാരി ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ കൈമ റൈസ് ഇപ്പോൾ നമുക്ക് മുതലാവില്ല. കൈമ റൈസിന് നല്ല റേറ്റാണ്. 200 റുപ്യോ 185 റുപ്യൊക്കെ കൊടുക്കണം 1 കിലോന്. നമ്മളാകെ ഒരു കിലോ ബിരിയാണിക്ക് എത്ര വാങ്ങാം, 800 റുപ്യ 750 റുപ്യൊക്കെയാണ് ചിക്കൻ ബിരിയാണിക്കൊക്കെ വാങ്ങൽ. അപ്പോൾ നമുക്ക് മുതലാവില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ അരി തിളപ്പിച്ചിട്ടാൽ വെള്ളം അടുപ്പത്ത് വെച്ച് പിന്നെ അതിക്ക് ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തു. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മാറ്റി വെച്ച് ഇനി അത് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. തീ നല്ലോണം കത്തിച്ച് കൊടുക്കുക, അപ്പം വേഗം വെള്ളം തിളച്ചോളും. ഇനി ഇതാ നമുക്ക് ബിരിയാണിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വലിയ 2 സ്പൂണ് RKGൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി അതും അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുമല്ലോ, ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഉരുക്കിയ നെയ്യ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ ചട്ടിയിലാവുമ്പോൾ അങ്ങനത്തെ പണിക്കൊക്കെ എളുപ്പമാണ് കേട്ടോ. സവാളയൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി വരും, കുറേ ടൈമൊന്നും വേണ്ട, നല്ല കനമുള്ള ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി അതും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വേഗം അതൊക്കെ ഫ്രൈ ചെയ്ത് ഇതൊന്ന് മാറ്റി പിന്നെ ആ ഒരു ഉരുക്കി നെയ്യ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി. നെയ്യ് മാത്രമല്ല കുറച്ച് സൺഫ്ലവർ ഓയിലും ഉണ്ട്, അത് ഞാനൊരു ഉണങ്ങിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് അത് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ അതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഒക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേന് വെള്ളം തിളക്കാനായിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് തീ കത്തിച്ച് കൊടുക്കണുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ചില വീട്ടമ്മമാരൊക്കെ പറയാലോ എനിക്കൊരു വരുമാനമല്ല എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കണില്ല എന്നൊക്കെ പറയലില്ലേ. അങ്ങനത്തെവർക്ക് ഏറ്റവും നല്ലതാട്ടോ അതേപോലെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബിരിയാണി മാത്രമല്ല, ബിരിയാണി, മന്തി, അതേപോലെ നമുക്ക് എന്തൊക്കെയാണ് കുക്ക് ചെയ്യാൻ കഴിയണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാർ ചോദിച്ച് വരും. 1-2 പ്രാവശ്യം ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരും. നമുക്ക് തന്നെ അങ്ങനെ ഓർഡർ ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുറത്തത്തെ വർക്കും കൂടി ചെയ്യണതുകൊണ്ട് എനിക്ക് ഒക്കെ കൂടെ മാനേജ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ അങ്ങനത്തെ വർക്കില്ലാത്ത, നമ്മൾ ഹോം ഷോപ്പിൻ്റെ വർക്കില്ലാത്ത സമയത്താണ് ഞാൻ കാറ്ററിംഗ് ഇപ്പോൾ ഓർഡർ സ്വീകരിക്കൽ. നമുക്ക് കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കടയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ ഒരു സാധനങ്ങൾ കൊണ്ടുതരും. അതിപ്പം നിങ്ങൾ സാധാരണ വാങ്ങണ കടയിലൊക്കെ പോയിട്ട് അവിടുന്ന് വാങ്ങുകയാണെങ്കിലും അതേപോലെ ഓരോട് പറഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ പൈസ കിട്ടുമ്പോൾ അവർക്ക് കൊടുത്താൽ മതി. ഇത് കാറ്ററിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൈസ തരുമല്ലോ, അപ്പോൾ കൊടുത്താൽ മതി. അതേപോലെ തന്നെ ചിക്കൻ കടയിലാണെങ്കിലും ബീഫ് കടയിലാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് അങ്ങനെ 1 ഉറുപ്പ്യ എൻ്റെ കയ്യിലില്ലാതെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അൽഹംദുലില്ലാ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വരുമാനമൊക്കെ ഇതുമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഡെയിലി ചെയ്യാൻ കഴിയണില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ചിലർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് എന്തിനും എന്താ പറയുക അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാണ്ടൊക്കെ മനസ്സിലാക്കി ഉണ്ടാക്കിയാൽ മതി. എനിക്കും അങ്ങനെ ഒന്നും അറിയൊന്നുമില്ല. ഞാൻ എന്നാലും ഓരോരുത്തരോട് ചോദിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കണം നോക്കി നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും പഠിച്ചത് കുക്കിങ്ങൊക്കെ. അല്ലാതെ വലിയൊരു കുക്കൊന്നും അല്ല ഞാനും. അപ്പോൾ ഞാൻ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ എനിക്ക് ക്യാരറ്റ് അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതൊക്കെ പിന്നെയും കുറേശ്ശൊക്കെ ഇട്ടീന്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ ഇത് തിളപ്പിച്ചൂറ്റുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വേവ് പതുക്കാവുമ്പം ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ചെമ്പ് അടുപ്പത്തുനിന്ന് വാങ്ങാൻ കഴിയണത് എന്തായാലും പൊന്തൂല എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ അയിമന്ന് തന്നെ അങ്ങനെ ഊറ്റലാണ് കേട്ടോ. ഓട്ടപാത്രം അടുത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മളെ മഞ്ജുമോളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടേനി. അപ്പോൾ മഞ്ജുമോളാണെങ്കിൽ വലിയൊരു നെയ്റ്റി ഇട്ടിക്കണം, എൻ്റെ നെയ്റ്റിയൊക്കെ എടുത്തിട്ടിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറവല്ലേ. അങ്ങനെ കുട്ടികളും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ കുട്ടികളെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല. അങ്ങനെ ചോറൊക്കെ ഊറ്റുന്ന സമയത്തൊക്കെ ഓരെന്നെ വന്നാണ്ട് ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഓരും കഷ്ടപ്പെടുത്തല്ലേ, അതൊന്നും ഒരു കഷ്ടപ്പാടല്ല. ചോറ് ഊറ്റാനൊക്കെ കൂടിത്തരാന്ന് പറഞ്ഞാൽ ഒരു കൈക്ക് ഊറ്റിയിടേ ചെയ്യുള്ളൂ. ഞാനാണിത് ഇതൊക്കെ എടുത്തിടുകയൊക്കെ ചെയ്യുക. അങ്ങനെ കൈയൊക്കെ പൊള്ളിക്കാതെ അതൊക്കെ നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ്. ഒരു ഇവിടെ നാട്ടിലുണ്ടായിരുന്നെന്ന് ഓരും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല. അപ്പോൾ ആരെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിക്കൊണ്ടിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാറ്ററിംഗ് വീഡിയോയിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ 40 രൂപയാണ് പാക്കറ്റിന്. അപ്പോൾ ഇത് ഞാൻ 2 പാക്കറ്റ് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നല്ല കുറുകിയ അച്ചാറാട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ, ഞാൻ അതിലൊക്കെ സന്തോഷം കണ്ടു. ഒരു വേണ്ടത്തുള്ള ഒരാളാണ് ചെയ്തോട്ടെ വിചാരിച്ചു. ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ ഒരു ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. പിന്നെ ഇരുട്ടായി ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് പിന്നെ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കൽ അച്ചാറാണ്. അപ്പോൾ അച്ചാറും നമ്മളെ ഹോം ഷോപ്പിലുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. നാരങ്ങ അച്ചാർ, ചിലപ്പോൾ മധുരമുള്ള അച്ചാറുണ്ടെങ്കിൽ അത് കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ മധുരമുള്ള അച്ചാറില്ല, നാരങ്ങ അച്ചാറുള്ളൂ. അപ്പോൾ 2 പാക്ക് നാരങ്ങ അച്ചാറൊക്കെ അവിടെ പോയി എടുത്തുകൊണ്ടുവന്ന് നല്ല അച്ചാറാണ് കേട്ടോ. അത് ഹോം മെയ്ഡാണ്.